ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. സൂര്യ കോമഡിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചിത്രം വിചിത്രത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഹാസ്യ കലാകാരന്മാരും കോമഡി സിനിമകളും നമുക്ക് ധാരാളമുണ്ട്. എന്നാൽ ആക്ഷേപഹാസ്യം എന്ന വിഭാഗം ഇന്ത്യൻ സിനിമയിൽ വളരെ കുറച്ച് മാത്രമേ പരീക്ഷിച്ചിട്ടുള്ളൂ. എന്നാൽ ആ മേഖലയിൽ വളരെ വലിയ ഉയരങ്ങൾ കീഴടക്കിയ ഒരു അതുല്യ പ്രതിഭ നമ്മുടെ മലയാളത്തിന് സ്വന്തമായിട്ടുണ്ട്. ചുറ്റും നടക്കുന്ന വിമർശിക്കപ്പെടേണ്ട എന്തിനേയും ഹാസ്യത്തിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് നമ്മൾ ഓരോ മലയാളികളെയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു ജീനിയസ്. അതെ, ബുദ്ധിയുള്ള തമാശക്കാരൻ എന്ന് നമ്മൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന ശ്രീനിവാസന്റെ വിശേഷങ്ങളാണ് ചിത്രം വിചിത്രത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം കാറിലേക്ക് എന്നെ ആനയിക്കൂ. അല്ല, അത് ഞാൻ പറഞ്ഞു തന്നില്ലേ, സ്ട്രെച്ച് യുവർ ഹാൻഡ്സ് ലൈക്ക് ദിസ്, കീപ് യുവർ ഹെഡ് അമേരിക്ക സ്റ്റൈലുള്ള ഒരു എഴുത്തുകാരൻ എന്ന നിലയിലും സംവിധായകൻ എന്ന നിലയിലും നടൻ എന്ന നിലയിലും ശ്രീനിവാസൻ വരച്ചു കാട്ടിയിരുന്നത് സാധാരണക്കാരായ ആളുകളുടെ ജീവിത പരിസരങ്ങളായിരുന്നു. തങ്ങളുടെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങളെ എത്തിപ്പിടിക്കുവാൻ ശ്രമിക്കുന്ന ഏതൊരു സാധാരണക്കാരനും നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും ഹാസ്യത്തിന്റെ മേമ്പൊടിയോടുകൂടി അവതരിപ്പിക്കുവാൻ ശ്രീനിവാസന് സാധിച്ചിരുന്നു. ശ്രീനിവാസന്റെ സിനിമകളിലെ ഏതെങ്കിലും ഒരു രംഗം പ്രേക്ഷകനെ തന്റെ ജീവിതമായി കാണുവാൻ സാധിച്ചു എന്നത് തന്നെയാണ് ശ്രീനിവാസൻ എന്ന പ്രതിഭയുടെ വിജയവും. ഞങ്ങളെ വിളിക്കാൻ നോക്കിയിരുന്നു, മൊബൈൽ ഫോൺ ഇല്ല അല്ലേ? ഉപയോഗിക്കില്ല സാർ. വലിയ തിരക്കുള്ളവരായിരുന്നിട്ടും ജഗതി ശ്രീകുമാറും ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയും ഒന്നും മൊബൈൽ ഉപയോഗിച്ചിട്ടില്ലല്ലോ. ഓരോ സാധാരണ മലയാളി പ്രേക്ഷകനെയും തങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾക്കിടയിൽ ഉണ്ടാകുന്ന നർമ്മം കണ്ടെത്തുവാൻ പ്രാപ്തരാക്കുക എന്നതായിരുന്നു ശ്രീനിവാസൻ സിനിമകളുടെ ലക്ഷ്യം. ആകുലതകൾ നിറഞ്ഞ നമ്മുടെ ജീവിതം മറ്റൊരു രീതിയിൽ നോക്കിക്കാണുകയാണെങ്കിൽ പൊട്ടിച്ചിരിക്കുവാൻ സാധിക്കുമെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. ശ്രീനിവാസൻ തിരക്കഥകളിലെ വിമർശന ബുദ്ധിയോടുകൂടിയുള്ള രംഗങ്ങളും അതിലെ കുറിക്കുകൊള്ളുന്ന സംഭാഷണങ്ങളും അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾക്ക് കൂടുതൽ കരുത്തു പകർന്നു. എവിടെയാ മാഷ്ട നാട്? കുറുവാഞ്ചേരി. TTC 86 വെച്ചാ. എന്റെ പ്രശ്നം എന്തെന്നറിയോ മാഷേ? ആരെങ്കിലും വയസ്സ് ചോദിച്ചാൽ ഞാൻ 29, 30, 31 എന്നൊക്കെയാ പറയാ. പക്ഷെ യഥാർത്ഥത്തിൽ എനിക്ക് 35 ഒരിക്കൽ വീട്ടിൽ പത്രത്തിലെ ചരമ പേജ് വായിച്ചു കൊണ്ടിരുന്ന സ്വന്തം അമ്മയോട് ഇങ്ങനെ മറ്റുള്ളവരുടെ ഫോട്ടോയൊക്കെ കണ്ടുകൊണ്ടിരുന്നാൽ മതിയോ, നമ്മുടെ ഫോട്ടോയൊക്കെ വരുത്തണ്ടേ എന്ന് ശ്രീനിവാസൻ ചോദിക്കുകയുണ്ടായി. ഈ ചോദ്യം കേട്ട് തന്റെ അമ്മ കുറെ സമയം നിർത്താതെ ചിരിച്ചു എന്നാണ് ഈ സംഭവത്തെക്കുറിച്ച് ശ്രീനിവാസൻ പറഞ്ഞിട്ടുള്ളത്. സ്വന്തം ജീവിതത്തിലുള്ള ഈ നർമ്മബോധം തന്നെയാണ് ശ്രീനിവാസൻ തന്റെ സിനിമകളിലും പ്രയോഗിച്ചിട്ടുള്ളത്. ബോഡി ഷേമിങ്ങിന്റെയോ ദ്വയാർത്ഥ പ്രയോഗത്തിന്റെയോ ഒന്നും പിൻബലമില്ലാതെ ശുദ്ധമായ ഹാസ്യ അവതരണമാണ് ശ്രീനിവാസൻ സിനിമകളുടെ പിൻബലം. ബെഡ് റെസ്റ്റ് എടുക്കാൻ അവന്റെ അമ്മായിയമ്മയോട് പറ. വട്ടവിള ജയകുമാറിന് പ്രായമില്ലേ, താനൂർ അബ്ദുള്ളക്ക് പ്രായമില്ലേ? അവരൊക്കെ 50, 100 പേരെ ഇടിച്ചിടുമ്പോ ഞാൻ മാത്രം ഇടിച്ചോണ്ട് നിന്നാ മതിയോ? 1956 ഏപ്രിൽ 4 കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്തുള്ള പാട്യം എന്ന സ്ഥലത്താണ് ശ്രീനിവാസൻ ജനിക്കുന്നത്. അച്ഛൻ ഉണ്ണി സ്കൂൾ അധ്യാപകനും അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ആയിരുന്നു. അമ്മ ലക്ഷ്മി വീട്ടമ്മയായിരുന്നു. ശ്രീനിവാസന് ഒരു സഹോദരിയും 2 സഹോദരന്മാരുമാണ് ഉള്ളത്. കതിരൂർ ഗവൺമെന്റ് സ്കൂളിൽ നിന്നും തന്റെ സ്കൂൾ വിദ്യാഭ്യാസവും മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും നേടിയ ശ്രീനിവാസൻ പഠനകാലത്ത് തന്നെ അഭിനയത്തോട് കൂടുതൽ താല്പര്യം കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ബിരുദം കരസ്ഥമാക്കിയതിനു ശേഷം അദ്ദേഹം മദ്രാസിലേക്ക് സിനിമ പഠിക്കുന്നതിനായി വണ്ടി കയറി. രക്ഷിതാക്കൾ കഷ്ടപ്പെട്ട് ഫീസ് അടച്ച് പഠിക്കാൻ വിടുന്നത് ക്ലാസ്സിലിരുന്ന് ഉറങ്ങാനല്ല. സിനിമകളിൽ മാത്രമല്ല, അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകുന്ന ഇന്റർവ്യൂകളിലും തന്റെ അഭിപ്രായം വെട്ടിത്തുറന്നു പറയുവാൻ ധൈര്യം കാണിക്കുന്ന ഒരു കലാകാരനാണ് ശ്രീനിവാസൻ. സിനിമകൾ കേവലം വാണിജ്യ ലാഭത്തിനോ എന്റർടൈൻമെന്റിനോ വേണ്ടി മാത്രമല്ല, മറിച്ച് അതിന് ഒരു സാമൂഹിക പ്രതിബദ്ധതയുണ്ട് എന്ന് തെളിയിച്ച ചുരുക്കം ചില സിനിമാ പ്രവർത്തകരിൽ ഒരാളാണ് ശ്രീനിവാസൻ. സാറിന് ഇംഗ്ലീഷ് പഠിച്ചൂടെ? എന്നിട്ട് വേണം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന നടൻ എന്നുള്ള ചീത്തപ്പേര് വാങ്ങാൻ. താൻ തിരക്കഥ രചിക്കുന്ന ചിത്രങ്ങളിലെ സംഭാഷണങ്ങളിലൂടെയും രംഗങ്ങളിലൂടെയും എല്ലാം ആക്ഷേപഹാസ്യങ്ങളിലൂടെ പ്രേക്ഷകരിൽ ചിരി പടർത്തുവാൻ ശ്രീനിവാസന് സാധിച്ചു. അത്തരം സിനിമകളിലൂടെ ശ്രീനിവാസൻ സ്വന്തമായി ഒരു സ്ഥാനവും ഇമേജും മലയാള സിനിമയിൽ നേടിയെടുത്തു. ഒരു നടൻ എന്ന നിലയിൽ ശ്രീനിവാസൻ സഹകരിക്കുന്ന ചിത്രങ്ങളിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന സംഭാഷണവും ആ ഇമേജിനോട് ഉതകുന്നതായിരുന്നു. ഒരു വീട്, ഭാര്യ, കുടുംബം എന്നൊക്കെ പറയുന്ന പല ആഗ്രഹങ്ങളുണ്ടേ. ജോലി കിട്ടിയിട്ട് കെട്ടാമെന്ന് കരുതി കാത്തിരുന്നു, കിട്ടിയില്ല. അപ്പൊ പിന്നെ കല്യാണം കഴിച്ചിട്ട് ജോലി അന്വേഷിക്കാമെന്ന് വിചാരിച്ച് പെണ്ണന്വേഷിച്ച് നടന്നു. ജോലി ഇല്ലാത്തത് കൊണ്ട് പെണ്ണും കിട്ടിയില്ല. അങ്ങനെ ജോലി, കുടുംബജീവിതം എന്നൊക്കെ പറഞ്ഞ് ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. പക്ഷെ നിങ്ങൾ ഈ ജോലിക്ക് ശ്രമിക്കണ്ട. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കുറേശ്ശെ ഭ്രാന്തുണ്ട്.
സ്വന്തം സിനിമകളിൽ സ്വയം വിമർശനം നടത്തുന്നതിനുള്ള ധൈര്യവും ശ്രീനിവാസൻ പലപ്പോഴും തൻ്റെ സിനിമകളിൽ കാണിച്ചിട്ടുണ്ട്. താൻ തിരക്കഥ എഴുതിയ സിനിമകളിൽ രൂപം കൊണ്ടും സ്വഭാവം കൊണ്ടും മോശക്കാരനാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളായിരിക്കും അദ്ദേഹം അവതരിപ്പിക്കുവാനായി തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ആ കഥാപാത്രം പ്രേക്ഷകരുടെ മനസ്സിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുവാൻ സാധിക്കുമെന്ന് ശ്രീനിവാസന് മുൻകൂട്ടി അറിയുവാൻ സാധിച്ചിരുന്നു എന്നതാണ് സത്യം. സൂപ്പർ സ്റ്റാറുകളോടൊപ്പമുള്ള ചിത്രമാണെങ്കിൽ കൂടിയും പ്രേക്ഷകരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതും കയ്യടി നേടുന്നതും ശ്രീനിവാസന്റെ കഥാപാത്രമായിരിക്കും. അങ്ങനെ അംഗ്രേസോനെ ആത്തെ ജാത്തെ हमारे राष्ट्रीय जीवन को भारी आघात पहुंचाया. देश के विभाजन के बाद भारी खून खराबा हुआ. प्रसादा के लिए संप्रदायगत का ഹിന്ദി ഗെറ്റ് ഔട്ട്. ശ്രീനിവാസൻ തന്റെ കരിയറിലെ ഏറ്റവും ഉയർന്ന കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ പോലും അദ്ദേഹത്തെ സൂപ്പർ സ്റ്റാർ എന്ന് ആരും വിശേഷിപ്പിച്ചിട്ടില്ല. എന്നാൽ സൂപ്പർ സ്റ്റാറുകൾക്ക് പോലും അവകാശപ്പെടാൻ സാധിക്കാത്ത ഒരു സവിശേഷ സ്ഥാനം മലയാള സിനിമയിൽ ശ്രീനിവാസന് ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം എന്നിവരോടൊപ്പം എല്ലാം അഭിനയിച്ചിട്ടുള്ള മലയാളത്തിലെ സൂപ്പർ നടിമാരായ ഉർവശി, ശോഭന, പാർവതി, മീന എന്നിവരെല്ലാവരും തന്നെ ശ്രീനിവാസനെ നായികമാരായി അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതിന് വ്യക്തമായ തെളിവാണ്. ബിരുദ പഠനത്തിന് ശേഷം സിനിമയാണ് ഇനി തന്റെ വഴിയെന്ന് ശ്രീനിവാസൻ ഉറച്ച തീരുമാനം എടുക്കുകയായിരുന്നു. സിനിമ കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടി അദ്ദേഹം മദ്രാസിലേക്ക് പുറപ്പെട്ടു. മദ്രാസിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് അദ്ദേഹം അഭിനയം പഠിക്കുവാൻ ആരംഭിച്ചു. ഇന്ന് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായ രജനീകാന്ത് ഇതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശ്രീനിവാസന്റെ സഹപാഠി ആയിരുന്നു എന്നുള്ളത് മറ്റൊരു കൗതുകകരമായ വസ്തുതയാണ്. ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അഭിനയത്തിൽ ഡിപ്ലോമ കരസ്ഥമാക്കിയാണ് ശ്രീനിവാസൻ തന്റെ പഠനം അവസാനിപ്പിച്ചത്. ആരും അറിയണ്ട, യൂണിഫോം വാടകയ്ക്കെടുത്തതാ. ഇൻഡസ്ട്രിയിലെ ഏർപ്പാടുകളെ വരട്ടിവിടാൻ കിട്ടിയ സന്ദർഭമാണിത്. ഓക്കെ, നമുക്ക് ഷൂട്ട് തുടങ്ങാം. ബാബു കം മേക്കപ്പ്. ഓക്കേ. ഡിപ്ലോമ കരസ്ഥമാക്കിയതിനു ശേഷം PA ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന സിനിമയിലെ ചെറിയൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ശ്രീനിവാസൻ സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നത്. പിന്നീട് നിരവധി സിനിമകളിൽ അദ്ദേഹം ചെറിയ ചെറിയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശ്രീനിവാസനെ അഭിനയ പാഠങ്ങൾ പഠിപ്പിച്ചത് അവിടുത്തെ വൈസ് പ്രിൻസിപ്പൽ ആയിരുന്ന A. പ്രഭാകരനായിരുന്നു. അദ്ദേഹം തന്നെയാണ് KG ജോർജ് സംവിധാനം ചെയ്ത മേള എന്ന സിനിമയിലേക്ക് ശ്രീനിവാസന് അഭിനയിക്കുവാൻ അവസരം വാങ്ങിക്കൊടുത്തതും. എനിക്കറിയാം ഡ്രൈവിംഗ്. തനിക്ക് അതേ അറിയാവൂന്ന് എനിക്ക് നേരത്തെ അറിയാം. മേള എന്ന സിനിമയുടെ വിജയം ശ്രീനിവാസന്റെ കരിയറിൽ വളരെയധികം ഗുണം ചെയ്തു. മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ ആദ്യ സിനിമകളിൽ ഒന്നാണ് മേള. ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായ ശ്രീനിവാസൻ ഈ ചിത്രത്തിൽ മമ്മൂട്ടിക്ക് വേണ്ടി ഡബ്ബ് ചെയ്തു എന്നത് അധികമാരും അറിയാത്ത ഒരു സത്യമാണ്. വിധിച്ചതും കൊതിച്ചതും, ഒരു മാടപ്രാവിന്റെ കഥ, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്നീ ചിത്രങ്ങളിലെല്ലാം തന്നെ മമ്മൂട്ടിക്ക് വേണ്ടി ശബ്ദം നൽകിയത് ശ്രീനിവാസനാണ്. അതുപോലെ ഒരു മുത്തശ്ശിക്കഥ എന്ന സിനിമയിൽ തമിഴ് നടനായ ത്യാഗരാജനു വേണ്ടിയും പുല്ലാങ്കുഴൽ എന്ന ചിത്രത്തിൽ സാംബശിവന് വേണ്ടിയും ശ്രീനിവാസൻ ശബ്ദം നൽകിയിട്ടുണ്ട്. അത് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. തൽക്കാലം സാരിയുടെ കാര്യം ഞാൻ ഏറ്റു. സാരി തന്നിട്ടും സിനിമയ്ക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ ശ്രീനിവാസനെ ശ്രീനിവാസനാക്കി മാറ്റിയത് അദ്ദേഹത്തിന്റെ സ്വന്തം തിരക്കഥകളിൽ ഒരുങ്ങിയ ചിത്രങ്ങളിലൂടെയാണ്. എന്നാൽ അദ്ദേഹം തിരക്കഥാകൃത്തായി മാറിയത് തികച്ചും യാദൃശ്ചികമായിരുന്നു താനും. ന്യൂമറോളജി പ്രകാരം ചിറകൊടിഞ്ഞ കിനാവുകൾക്ക് ഒരക്ഷരം കൂടി വേണമെന്ന കണിയാൻ പറഞ്ഞത്. അതുകൊണ്ട് കിനാവുകളുടെ ഇപ്പുറത്ത് ഞാൻ ഒരു കീ കൂടി ചേർത്തിട്ടുണ്ട്. അയ്യോ, അപ്പൊ ചിറകൊടിഞ്ഞ കിക്കിനാവുകളെന്ന് വായിക്കില്ലേ? സാധാരണ പ്രേക്ഷകനെയും സിനിമാ നിരൂപകരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തുവാൻ സാധിക്കുന്ന നിരവധി സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ചു എന്നതാണ് നടൻ ശ്രീനിവാസൻ നൽകിയിട്ടുള്ള ഒരു വലിയ സംഭാവന. വാണിജ്യ വിജയത്തോടൊപ്പം നിരൂപക പ്രശംസ ഏറ്റുവാങ്ങിയ നിരവധി ചിത്രങ്ങൾ കാലിക പ്രസക്തിയോടുകൂടി നിലനിൽക്കുന്നുവെന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നു തന്നെയാണ്. എല്ലാ പ്രേക്ഷകരെയും ഒരുപോലെ ചിരിപ്പിക്കുവാനും ചിന്തിപ്പിക്കുവാനും കഴിവുള്ള നിരവധി പ്രതിഭകളിൽ ഒരാളാണ് ശ്രീനിവാസൻ എന്ന് നിസ്സംശയം നമുക്ക് പറയുവാൻ സാധിക്കും. പെമ്പിള്ളേരെ ശല്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവന്മാരെ പിടിച്ചാൽ മതിയല്ലോ. വേണ്ട, അവർക്ക് ഒരു ചായയും പഴംപൊരിയും കൂടെ വാങ്ങിച്ചു കൊടുത്ത ശേഷം പിടിച്ചോണ്ട് വന്നാൽ മതി. മികച്ച ഒരു നടനാവാൻ ആഗ്രഹിച്ച് സിനിമയിലേക്ക് എത്തിയ ആളാണ് ശ്രീനിവാസൻ. നിരവധി ചെറിയ വേഷങ്ങൾ ചെയ്തും ഡബ്ബിംഗ് വർക്കുകൾ ചെയ്തും അദ്ദേഹം തന്റെ കരിയറിന്റെ ആദ്യ നാളുകൾ മുന്നോട്ട് കൊണ്ടുപോയി. എന്നാൽ ശ്രീനിവാസന്റെ കരിയറിൽ ഒരു ബ്രേക്ക് ലഭിക്കുന്ന രീതിയിലുള്ള കഥാപാത്രം അദ്ദേഹത്തെ തേടി എത്തിയിരുന്നില്ല. ആ കാലഘട്ടത്തിലാണ് യുവ സംവിധായകനായ പ്രിയദർശനുമായി ശ്രീനിവാസൻ സൗഹൃദത്തിലാകുന്നത്. ആ സൗഹൃദത്തിലൂടെ പ്രിയദർശന്റെ പുതിയ ചിത്രത്തിലേക്ക് ശ്രീനിവാസന് ഒരു അവസരം ലഭിക്കുകയായിരുന്നു. എനിക്കറിയാം നിന്നെ കള്ള.
സുഹൃത്തായ പ്രിയദർശന്റെ സിനിമയിലേക്ക് അവസരം ലഭിച്ച ശ്രീനിവാസൻ ഏറെ പ്രതീക്ഷയോടെ സെറ്റിലേക്ക് എത്തുകയായിരുന്നു. അവിടെ എത്തി തന്റെ വേഷം എന്താണെന്ന് തിരക്കിയ ശ്രീനിവാസനോട് പ്രിയദർശൻ പറഞ്ഞ മറുപടി ഇതുവരെ തിരക്കഥ തയ്യാറായിട്ടില്ല എന്നാണ്. പിറ്റേ ദിവസം ഷൂട്ട് ആരംഭിക്കേണ്ട സിനിമയുടെ തിരക്കഥ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നറിഞ്ഞ ശ്രീനിവാസൻ നിരാശനാവുകയായിരുന്നു. പടത്തിന്റെ തിരക്കഥ എഴുതി കൊടുത്താൽ അതിലെ നല്ലൊരു വേഷം ശ്രീനിവാസന് ചെയ്യാമെന്നായി പ്രിയദർശൻ. തന്റെ ജീവിതത്തിൽ അന്നേ വരെ തിരക്കഥാ രചനയെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത ശ്രീനിവാസന് അത് വലിയ ഒരു വെല്ലുവിളിയായി. പക്ഷെ അവസാനം പ്രിയദർശന്റെ കഥയ്ക്ക് ശ്രീനിവാസൻ തിരക്കഥ എഴുതുവാൻ തയ്യാറായി. അത്യാവശ്യ സമയത്ത് കാറ് മൂന്നാമത്തെ തവണയെ സ്റ്റാർട്ടാകാവൂ. ഛർദിച്ചാൽ മാത്രമേ ഗർഭിണിയാവാൻ പാടുള്ളൂ. സിനിമയിലെ കഥാപാത്രങ്ങൾ എപ്പോ TV ഓൺ ചെയ്താലും ആ കഥാപാത്രങ്ങൾക്ക് വേണ്ടുന്ന വാർത്തകളെ അപ്പ വരാവൂ. അങ്ങനെ യാദൃശികമായി തിരക്കഥാ രചനയിലേക്ക് തിരിയേണ്ടി വന്ന ശ്രീനിവാസൻ ആദ്യമായി തിരക്കഥ ഒരുക്കിയ ആ പ്രിയദർശൻ ചിത്രം വമ്പൻ ഹിറ്റായി മാറി. ഓടരുതമ്പാവ ആളറിയാമെന്ന കോമഡി സിനിമയായിരുന്നു അത്. ഈ ചിത്രത്തിന്റെ വിജയത്തോടുകൂടി ശ്രീനിവാസന് സിനിമയിലെ നടനെന്ന രീതിയിലും തിരക്കഥാകൃത്ത് എന്ന രീതിയിലും വളരെയധികം തിരക്കുകൾ വർദ്ധിച്ചു വന്നു. പ്രിയദർശന് പുറമെ കമൽ, സത്യനന്ദിക്കാട് എന്നീ സംവിധായകരോടൊപ്പം ചേർന്ന് നിരവധി ഹിറ്റ് ചിത്രങ്ങൾ സൃഷ്ടിക്കുവാൻ ഈ കൂട്ടുകെട്ടിന് സാധിച്ചു. എന്തിനാണ് ഈശ്വര എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? കാപാലികന്മാരുടെ കയ്യിൽ നിന്ന് കഷ്ടിച്ചാണ് ഇന്നലെ രക്ഷപ്പെട്ടത്. ശ്രീനിവാസൻ സ്വന്തം തിരക്കഥയിൽ അഭിനയിച്ച സിനിമകളിലൂടെ തന്നെയാണ് ജനഹൃദയങ്ങളിൽ കൂടുതൽ ആഴത്തിൽ സ്ഥാനം ഉറപ്പിച്ചതെന്ന് പറയുവാൻ സാധിക്കും. ഗാന്ധിനഗർ, സെക്കൻഡ് സ്ട്രീറ്റ്, വെള്ളാനകളുടെ നാട്, ചമ്പക്കുളം തച്ചൻ, മിഥുനം, സന്ദേശം, പട്ടണപ്രവേശം, നാടോടിക്കാറ്റ്, മഴയെത്തും മുൻപേ, കഥ പറയുമ്പോൾ, ഉദയനാണ് താരം, ഞാൻ പ്രകാശൻ തുടങ്ങിയ ശ്രീനിവാസൻ ചിത്രങ്ങളെല്ലാം തന്നെ മലയാളികളുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്നവയാണ്. മറ്റ് കഥാപാത്രങ്ങൾ എന്നെ പൊക്കി പറയുന്ന ഒരു 10 സീനെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് തിരക്കഥാകൃത്തിന്റെ വേഷത്തിനോടൊപ്പം സംവിധായകന്റെ കുപ്പായവും ശ്രീനിവാസൻ അണിഞ്ഞപ്പോൾ മലയാളത്തിന് ലഭിച്ചത് 2 ക്ലാസിക് ചിത്രങ്ങളാണ്. വടക്കുനോക്കി യന്ത്രം, ചിന്താവിഷ്ടയായ ശ്യാമള എന്നിവയാണ് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ ജനിച്ച സിനിമകൾ. ഈ 2 ചിത്രങ്ങളും സാമ്പത്തികമായി വൻ വിജയം നേടിയതിനോടൊപ്പം തന്നെ ദേശീയ സംസ്ഥാന തലത്ത് നിരവധി അവാർഡുകൾ വാരിക്കൂട്ടി. പിന്നീട് നടൻ മുകേഷുമായി ചേർന്നാണ് ശ്രീനിവാസൻ സിനിമാ നിർമ്മാണ രംഗത്തേക്ക് തിരിയുന്നത്. ശ്രീനിവാസൻ തന്നെ തിരക്കഥ രചിച്ച കഥ പറയുമ്പോൾ എന്ന ചിത്രമാണ് ഇരുവരുടെയും ആദ്യത്തെ നിർമ്മാണ സംരംഭം. ശ്രീനിവാസൻ നായകനും മീന നായികയും മമ്മൂട്ടി അതിഥി താരവുമായെത്തിയ ഈ ചിത്രം ആ വർഷത്തെ വമ്പൻ ഹിറ്റുകളിൽ ഒന്നായിരുന്നു. പെണ്ണിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള സ്റ്റോപ്പിൽ ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു ടാക്സി എടുത്ത് പോയാൽ മതി. അപ്പൊ ചാർജ് അത്രയല്ലേ കൊടുക്കണ്ടു. ഗമയ്ക്ക് ഗമിയുമായി. ശ്രീനിവാസന്റെ മകൻ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത തട്ടത്തിൻ മറയത്ത് എന്ന ചിത്രമായിരുന്നു ശ്രീനിവാസന്റെ നിർമ്മാണ സംരംഭങ്ങളിൽ രണ്ടാമത്തത്. അന്ന് സൂപ്പർ ഹിറ്റായി മാറിയ ഈ ചിത്രത്തിൽ ശ്രീനിവാസൻ ഒരു ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്തു. വിമലയാണ് ശ്രീനിവാസന്റെ ഭാര്യ. 2 ആൺമക്കളാണ് ശ്രീനിവാസൻ വിമല ദമ്പതികൾക്കുള്ളത്. മൂത്ത മകനായ വിനീത് ശ്രീനിവാസനും രണ്ടാമത്തെ മകനായ ധ്യാൻ ശ്രീനിവാസനും സിനിമയിലെ വിവിധ മേഖലകളിലായി നിറഞ്ഞു നിൽക്കുന്നു. ഞാൻ കേണലാണ്, പത്മശ്രീയാണ്. എന്നെ തൊട്ടാൽ കേന്ദ്ര സർക്കാർ നിങ്ങളുടെ പേരിൽ നടപടിയെടുക്കും. ചില ആരോഗ്യ പ്രശ്നങ്ങളാൽ അല്പകാലമായി സിനിമയിൽ നിന്നും വിട്ടുനിന്നിരുന്ന ശ്രീനിവാസൻ ആരോഗ്യം മെച്ചപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും സിനിമയിൽ സജീവമാകാനുള്ള ശ്രമത്തിലാണ്. കാലങ്ങൾക്കതീതമായ നിരവധി കഥാപാത്രങ്ങളും സിനിമകളും ഇനിയും ശ്രീനിവാസനിൽ നിന്നുണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും കാത്തിരിക്കാം.